ഇത് ഇറാനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അത് ഒപ്പം തന്നെ നമ്മളും ഇറാനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഓരോ അപ്ഡേഷൻസും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ആ ഒരു എണ്ണ വ്യാപാരം, അതിനെയൊക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് വെറും ഒരു വ്യോമ സമുദ്ര കര മാർഗങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു സൈനിക പരമായിട്ടുള്ള അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ആണവ ഗവേഷണത്തിനൊക്കെ പ്രാധാന്യം നൽകുന്നൊരു രാജ്യം കൂടിയാണെന്ന് നമ്മൾ ഈ വരുന്ന സമയങ്ങളിലൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറയുന്നത് ഒരു വലിയ നെറ്റ്വർക്ക് ആയിട്ടാണ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ, അതിന് മാത്രം ശക്തരാണ്, തങ്ങളെന്ന് അടയാളപ്പെടുത്താൻ പ്രാപ്തരായിട്ടുള്ള ആ രീതിയിലൊരു നെറ്റ്വർക്കാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറാനിലേക്കാണ് അമേരിക്ക വലിയ രീതിയിൽ ഒരു യുദ്ധത്തിന് തയ്യാറാണ് തുടങ്ങിയ വലിയ ആർപ്പുവിളികളോടുകൂടി ഇറാനിലേക്ക് ചെന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്ക് മനസ്സിലായത് ഇത് തങ്ങൾ വിചാരിച്ച പോലെയല്ല, അതിനൊക്കെ അപ്പുറമാണ് ഇറാൻ എന്ന് പറയുന്ന സത്യം എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക പതുക്കെ കപ്പലുകളൊക്കെ അടുപ്പിച്ച് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇറാനെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇറാൻ അതിനെ പുല്ലുവില കൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു കപ്പലുകൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഈ ഒരു കപ്പലുകളൊക്കെ വിട്ടിട്ടുള്ള സാധ്യതയുണ്ടോ? എപ്പോഴും ഈ ഒരു കപ്പൽ ഭീഷണിയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ട് കപ്പലുകളും ഏകദേശം ഒരു ഭീഷണിയിൽ തന്നെയാണ്. ഇറാന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇനി അവിടെ നിന്ന് പോരാൻ പറ്റൂ എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായിരിക്കും ഇനി സ്ഥിതിഗതികൾ, എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? വിദ്യ, ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ അതിശക്തമായ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് അമേരിക്ക ഇന്നും ഇറാനെ വെല്ലുവിളിക്കുന്നു. ഇറാൻ കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് ട്രംപ് വീണ്ടും വെല്ലുവിളിച്ചിരിക്കുന്നത്. പക്ഷേ ആ വെല്ലുവിളികൾ മാത്രമായി ഒതുങ്ങുമ്പോൾ, അതായത് ട്രംപ് ഈ വെല്ലുവിളി തുടങ്ങിയിട്ട് 2 മാസത്തോളമായി നമുക്കറിയാം, അത് നിരന്തരമായി വാർത്തകൾ നൽകുന്നതാണ്. പക്ഷേ ഇത്തവണ ട്രംപ് വെല്ലുവിളിക്കുമ്പോൾ മുമ്പത്തെ പോലെ തിരിച്ച് വെല്ലുവിളിച്ച് ഏതെങ്കിലും തരത്തിൽ സ്ഥിതിഗതികൾ രൂക്ഷമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനൊന്നും ഇറാൻ തയ്യാറായിട്ടില്ല. ഇറാൻ നിശബ്ദമായിരിക്കുകയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറയാനുള്ളതെല്ലാം ഇതോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറഞ്ഞ് അവരുടെ വില കളയാനായിട്ട് ഇറാൻ തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് ഇറാൻ നിശബ്ദമായി അമേരിക്ക എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കാണാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ ഭീതി ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട് വരുന്നുണ്ട്. അതായത് വിദ്യ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇനി അമേരിക്കയുടെ കപ്പലുകൾ, അതായത് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ്റെ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ആ കപ്പൽ ഇറാൻ്റെ ഡയറക്ഷനിൽ നീങ്ങുന്നതായിട്ട്, അതിൽ ചില യുദ്ധവിമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ അറബിക്കടലിലൂടെ ഈ പറയുന്ന ഇറാനെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തേക്ക് പോകുന്നു എന്ന നിലയിലും ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം അമേരിക്ക ഇറാന് മേൽ ഉപരോധം നടത്തും, വീണ്ടും ഉപരോധം ഉണ്ടാകുമെന്ന് വലിയ വെല്ലുവിളികൾ നടത്തി. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് ഉടൻ യുദ്ധം വേണമെന്ന് പറഞ്ഞുവെങ്കിലും ട്രംപ് പറഞ്ഞത് അടുത്ത ചർച്ച കൂടി നടക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമെന്നായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം വേണ്ട, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് പോയാൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും, അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന നിലയിലായിരുന്നു ട്രംപ് നിലപാട് സ്വീകരിച്ചത്. ഒന്നുകൂടി യുദ്ധത്തിന് സമ്മർദ്ദം ചെലുത്തിയ നെതന്യാഹുവിനെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു എന്ന വാർത്തകളും വന്നിരുന്നു. പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യം ഇത് ഇസ്രായേലിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധഭീഷണി മുഴക്കിയതിന് ശേഷം ഇറാൻ തങ്ങൾക്ക് അനുകൂലമായി നിന്നു, അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക പറഞ്ഞത് കേട്ടു, അല്ലെങ്കിൽ ഇറാനെ കയറി ഇസ്രായേൽ ആക്രമിച്ചു, അതിനുശേഷം ഇറാൻ ഒത്തുതീർപ്പിന് വന്നു, അല്ലെങ്കിൽ ഇവിടെ യുദ്ധമുണ്ടായി, എന്ത് തന്നെ സംഭവിച്ചാലും അത് അമേരിക്കയുടെ നീക്കങ്ങളെ തുടർന്നാണ് എന്ന ക്രെഡിറ്റ് അമേരിക്കയ്ക്ക് വേണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അമേരിക്ക ഇപ്പോഴും യുദ്ധഭീതി നിലനിർത്തുമ്പോൾ, വീണ്ടും ഇറാനെ വെല്ലുവിളിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ തങ്ങളുടെ സന്നാഹങ്ങൾ മുഴുവൻ സജ്ജമാക്കുന്ന തിരക്കിലാണ് ഇറാനുള്ളത്. ഇറാൻ ഇപ്പോൾ കടലിനടിയിലേക്ക് അവരുടെ പ്രതിരോധ ശൃംഖല വ്യാപിപ്പിച്ചിരിക്കുന്നു. അതായത് ന്യൂക്ലിയർ പ്ലാന്റുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം കടലിനടിയിലേക്ക് കൂടുതൽ അതായത് കടലിനേക്കാളും താഴത്തേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് ഒരു വലിയ നാവിക സന്നാഹം ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇറാൻ്റെ മുങ്ങിക്കപ്പലുകൾ, അതായത് സബ്മറൈനുകൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായ, അതായത് ഇസ്രായേലിനെ
ഇറാനുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ, അമേരിക്കയുമായി തട്ടിച്ചു നോക്കുമ്പോഴും ഇറാൻ്റെ സബ്മറൈനുകൾ, മുങ്ങിക്കപ്പലുകൾ അതിശക്തമാണ്. അതീവ കരുത്തോടെയുള്ള മെക്കാനിസമാണ് അവർക്കുള്ളത്. അത് റഷ്യയുടെ സാങ്കേതിക സഹായം ഉൾപ്പെടെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് കിലോ ക്ലാസ് അന്തർവാഹിനികളും ഫസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ തുടങ്ങിയവയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ സാന്നിധ്യമായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇനി കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവ ഇനി എപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നതോ ഇറാനായിരിക്കും എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്ക് ഇനി ഏകപക്ഷീയമായി ഈ യുദ്ധക്കപ്പലുകളെ പിന്തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ കപ്പലുകൾ ആരും അറിയാതെ അവിടെ നിന്ന് തിരിച്ച് അമേരിക്ക പറയുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇറാൻ ഇപ്പോൾ തന്നെ ആ പടക്കപ്പലുകളെ പൂർണ്ണമായും അവരുടെ സർവൈലൻസിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ കപ്പലുകൾ ഇനി ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമാകാതെ, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറ് ഇറാൻ പറയുന്നിടത്ത് അമേരിക്ക ഒപ്പിട്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് മാത്രമേ അമേരിക്കയ്ക്ക് ആ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ല എന്നുണ്ടെങ്കിൽ അതിന് നേരെ ശക്തമായ സൈനിക ആക്രമണം ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ വ്യാപകമായ സൈനിക വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ അറബ് മാധ്യമങ്ങളും ഇപ്പോൾ സജീവ ചർച്ചയാക്കി കഴിഞ്ഞു. ട്രംപ് വാഗൊണ്ട് വെല്ലുവിളിക്കുകയും വെറുതെ പടക്കപ്പലുകൾ നീറ്റിലിറക്കി അവിടുത്തെ സൈനികർക്ക് മീൻ പിടിക്കാൻ അവസരമൊരുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇറാൻ പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇപ്പോൾ ഇറാൻ്റെ കൈവശം എത്തിയിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ഷിറാസ് ടാക്ടിക്കൽ എയർബേസ് എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ കേന്ദ്രമാണ്. F4 ഫാൻറ്റംസ് പോലുള്ള പഴയ വിമാനങ്ങൾ ഉൾപ്പെടെ വ്യോമസേനയുടെ നിരവധിയായിട്ടുള്ള വിമാനങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ, അതായത് ഇപ്പോൾ ഈ അമേരിക്ക കപ്പൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ അയക്കുന്ന ആ മേഖലയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഇറാൻ്റെ തെക്കൻ ഇറാനിൽ നിന്ന് അവിടെ നിന്ന് പ്രതിരോധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഭൂഗർഭ സംവിധാനങ്ങൾ, ഈ സബ്മറൈനുകൾ, മുങ്ങിക്കപ്പലുകൾ, അതുപോലെ തന്നെ കടലിലെ പടക്കപ്പലുകൾക്കൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുന്ന നിരവധി വ്യോമസന്നാഹങ്ങളും വിമാനങ്ങൾ ഉൾപ്പെടെ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഇനി ഇറാൻ പറയുന്നത് കേൾക്കാതെ തങ്ങളുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുദ്ധക്കപ്പലുകളെ ഈ പറയുന്ന മേഖലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവുക സാധ്യമല്ല. അതായത് ഏത് നിമിഷവും ഇപ്പോൾ ട്രംപ് പറയുന്നത് കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകും, യുദ്ധം നടത്തുമെന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ മറുവശത്ത് ഭീഷണിയല്ല, മറിച്ച് ഈ വക സന്നാഹങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണെന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഇനി ഇത്തരത്തിലൊരു ഹോർമുസ് കടലിടുക്കിലൊരു നാവിക സൈനികപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അറ്റാക്ക് നടന്നു എന്നിരിക്കട്ടെ, ആദ്യം ഇറാനും ഇതുപോലെ തന്നെ ആ ഒരു എണ്ണ ശേഖരത അല്ലെങ്കിൽ എണ്ണയുമായി എണ്ണപ്പാടങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഇപ്പുറത്തുള്ള രാജ്യങ്ങൾക്കും സംഭവിക്കാം. അതിൽ ഏറ്റവും അധികം നാശനഷ്ടം വരാൻ പോകുന്നത് അമേരിക്കയ്ക്കായിരിക്കും സാമ്പത്തികപരമായിട്ട്. അപ്പോൾ അമേരിക്ക ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ കുറെ കൂടി അമേരിക്കയെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണതയിലേക്ക് മാറുകയും ചെയ്യും. അല്ലെ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ താറുമാറാക്കാവുന്ന ഒരു യുദ്ധമായിരിക്കുമല്ലോ. ഇതില് ഇറാൻ ഒന്ന് വിരൽ ഞൊടിച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും ഒക്കെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് പോകും. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് പോലെ ആയിരിക്കില്ല ഇറാൻ തിരിച്ചാക്രമിച്ചാൽ അത് ഇസ്രായേലിനെ ലക്ഷ്യമിടും, യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിടും, അതുപോലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള അറബ് രാജ്യങ്ങളെ ആക്രമിക്കും എന്നെല്ലാം ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ആകെ പറഞ്ഞിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുമെന്ന് മാത്രമാണ്. പക്ഷേ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതാണ്ട് 10ഓളം രാജ്യങ്ങളെയാണ്. അതായത് GCC രാജ്യങ്ങൾ 8 എണ്ണം. അതായത് അമേരിക്ക ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇറാനെതിരെ സൈനിക സന്നാഹങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 8 GCC രാജ്യങ്ങൾ, അത് UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ഒമാൻ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ആ യൂറോപ്യൻ
യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രധാനമായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പറയുന്നുണ്ട്. അതൊരു പക്ഷേ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കാം. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായി ഒരുപാട് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിന് നേരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹൂത്തികളുമായി ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയടക്കം ഏത് തരത്തിലുള്ള ആക്രമണത്തിനും തയ്യാറാണ് എന്ന നിലയിലേക്ക് രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 10ഓളം രാജ്യങ്ങൾക്ക് നേരെയുള്ള വലിയൊരു ആക്രമണ ഭീഷണിയാണ് ഇറാൻ വളരെ സൈലൻ്റായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, സമുദ്ര, വ്യോമ, സാമ്പത്തിക, ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ തമ്മിൽ ഒരു വലിയ നെറ്റ്വർക്ക് ഇറാൻ ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക്, അതായത് ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം നടത്തിയതിന് ശേഷം ഈ സമുദ്ര, വ്യോമ, സാമ്പത്തിക, ആണവ ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം തമ്മിൽ സമുദ്രത്തിനടിയിലും സമുദ്രത്തിന് മുകളിലും ആകാശത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ പ്രതിരോധ നെറ്റ്വർക്കുകളും ഒറ്റ വിരലിൽ കേന്ദ്രീകരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ പല പരീക്ഷണങ്ങളും പല സന്നാഹങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഇനിയൊരു യുദ്ധത്തിലായിരിക്കും ഇറാൻ പരീക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിയുക. പക്ഷേ എല്ലാം സന്നാഹങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് ഇതോടകം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമായി തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിൻ്റെ എണ്ണക്കപ്പലുകൾ വ്യാപകമായി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുക, ഇറാനെ യുദ്ധം ചെയ്ത് തകർക്കുക, ഇറാന് നേരെ ആക്രമണം നടത്തുക, ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കവർന്നെടുക്കുക, അല്ലെങ്കിൽ അവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഇറാനെ മുച്ചൂടും മുടിക്കാനായി ഇറങ്ങിത്തിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇനി ചെയ്യുന്നത് എങ്കിൽ ഇറാനെ സംബന്ധിച്ചൊരൊറ്റ മാർഗ്ഗമേ ഉണ്ടാകൂ. ഇതിനെല്ലാം പകരം ചോദിക്കാൻ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ കേന്ദ്രങ്ങൾ, അതായത് കപ്പലുകൾ പോകുന്ന വഴികൾ പൂർണ്ണമായും ആക്രമിക്കുക എന്നുള്ളതായിരിക്കും. അതായത് എണ്ണക്കപ്പലുകൾ തന്നെ തകർക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങൾ നടത്തിയേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന വഴികൾ പൂർണ്ണമായും അടച്ചേക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള അറബ് രാജ്യങ്ങൾക്ക് നേരെ അടക്കം വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയേക്കാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഈ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അതായത് ഈ ലോകത്തിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള കരുത്ത്, നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം നടത്തി തകർക്കാനുള്ള കരുത്ത് ഇറാൻ ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം എല്ലാവരും ഇറാനെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ തിരിച്ച് സകലരെയും ആക്രമിക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ്. അതിനാവശ്യമായ സകല സന്നാഹങ്ങളും അവരുടെ പക്കലുണ്ട് എന്ന് അവർ ഇതോടകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഇറാനെ ഒറ്റയടിക്ക് ആക്രമിച്ചില്ലാതാക്കാമെന്ന ലക്ഷ്യം ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഏറെക്കുറെ മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ച് തകർക്കും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും, കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ ട്രംപ് വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഓരോ പ്രകോപനത്തിനും ഓരോ പ്രതിരോധ സന്നാഹങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതായത് ഹോർമുസ് കടലിടുക്കിലെ വലിയ സന്നാഹങ്ങളാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിടുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ സന്നാഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ തുടങ്ങി അന്താരാഷ്ട്ര കപ്പൽപാതകളെല്ലാം അടയ്ക്കുന്ന വിധത്തിലേക്കുള്ള ഇറാൻ്റെ ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഇനി ഉണ്ടാകുക. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പടക്കപ്പലുകൾ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇനി ഇറാൻ തീരുമാനിക്കേണ്ട അവസ്ഥ വരും. അതായത് ഇറാന് നേരെ എന്തെങ്കിലും തരത്തിലൊരു അനക്കമുണ്ടായാൽ, ഇറാന് നേരെ ഒരു ബോംബിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേലൊക്കെ മുന്നോട്ട് പോയാൽ തിരിച്ച് നമ്മൾ പ്രവചിക്കാൻ കഴിയുന്നതിനേലും അപ്പുറമുള്ള വലിയ പ്രതികാരവും ആക്രമണങ്ങളുമായിരിക്കും ഉണ്ടാവുക എന്ന് സാരം.